ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ. നമസ്കാരം. വളരെ സന്തോഷത്തോടുകൂടിയാണ് വിശ്രവസിൻ്റെ മകൻ വൈശ്രവണൻ കുബേരനായി മാറിയതിനു ശേഷം ലങ്കയിൽ വളരെ വലിയ സൗഭാഗ്യങ്ങളോടെ വളരലുകയായിരുന്നു. സകല സമ്പത്തിൻ്റെ ശംഖനിധിയും പത്മനിധിയും ഉൾപ്പെടെ പുഷ്പവിമാനവും ബ്രഹ്മദേവൻ വൈശ്രവണന് കൊടുത്തതുകൊണ്ട് വൈശ്രവണൻ വളരെ വലിയ സന്തോഷത്തിലായിരുന്നു. വൈശ്രവണൻ ഇങ്ങനെ തപശക്തി കൊണ്ട് ഇതൊക്കെ നേടി എന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് വൈശ്രവസ് ഏറെ സന്തോഷിക്കുകയും വൈശ്രവണനെ താമസിക്കുവാനായി ത്രികുടശൈലത്തിൻ്റെ മുകളിൽ നേരത്തെ ദേവേന്ദ്രൻ താമസിക്കുവാൻ വേണ്ടി പണിതിരുന്ന ലങ്കാ നഗരിയിലേക്ക് താമസിക്കാൻ പോവുകയും ചെയ്യാൻ വൈശ്രവണന് അവസരം നൽകി. വൈശ്രവണൻ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിലായിരുന്നു. ലങ്കയിൽ താമസിക്കുകയാണല്ലോ. കുബേരനാണ്, സർവസമ്പത്തിൻ്റെ ഉടമയാണ്. ഈ സമയമാണ് വൈശ്രവസ് മഹർഷിക്ക് കൈകസി എന്ന മറ്റൊരു സ്ത്രീ 4 സന്താനങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന് ദശാനനൻ, കുംഭകർണൻ, വിഭീഷണൻ, ശൂർപ്പണഖ എന്നിവർ. ദശാനനൻ 10 മുഖമുള്ള 10 തലയുള്ള അസാധാരണമായ ഒരു ജന്മമായിരുന്നു ദശാനൻ്റേത്. ആ വിധത്തിൽ കൈകസിയുടെ മക്കളും ആ കാട്ടിൽ കൈകസി മക്കളുമായി വളരുകയായിരുന്നു. ഒരു ദിവസം കൈകസി മക്കളുമൊത്ത് കാട്ടിലിരിക്കുമ്പോൾ വൈശ്രവണൻ ഇങ്ങനെ ആകാശത്തു കൂടി പുഷ്പവിമാനത്തിൽ പോവുകയാണ്. വളരെ ആഡംബരത്തോടുകൂടിയാണ് പോകുന്നത്. ഇത് കണ്ടപ്പോൾ ദശാനൻ അമ്മയോട് ചോദിച്ചു, അമ്മ അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് പുഷ്പകവിമാനം. ആ പോകുന്നത് നിന്റെ ജ്യേഷ്ഠനാണ് വൈശ്രവണൻ. എൻ്റെ ജ്യേഷ്ഠനാണ്. അപ്പോൾ പറഞ്ഞു, വൈശ്രവസ് മഹർഷിയുടെ മറ്റൊരു സ്ത്രീയിലെ പുത്രനാണ് വൈശ്രവണനെന്നും വൈശ്രവണൻ ഇങ്ങനെ തൻ്റെ പിതാവിനെ കാണുവാൻ ആകാശമാർഗെ ഈ പുഷ്പവിമാനത്തിൽ യാത്ര ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുഷ്പവിമാനം കണ്ടപ്പോൾ വളരെ അത്ഭുതത്തോടുകൂടിയാണ് ദശാനനെ നോക്കിക്കണ്ടത്. കാരണം ആദ്യമായിട്ടാണ് പുഷ്പവിമാനത്തെ കാണുന്നത്. ആകാശമാർഗെ ഒരു വാഹനത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുക എന്നത് വളരെ അത്ഭുതത്തോടുകൂടിയാണ് ആ കുട്ടി നോക്കിക്കണ്ടത്. ദശാനൻ ചോദിച്ചു, അമ്മ ഇതെങ്ങനെ ഇതിനൊക്കെ വൈശ്രവണന് കഴിഞ്ഞു? അപ്പോൾ അമ്മ പറഞ്ഞു, കഠിനമായ അധ്വാനം, കഠിന തപസ് കൊണ്ട് നേടിയെടുത്തതാണ് ഇതൊക്കെ. ബ്രഹ്മദേവനെ തപം ചെയ്ത് തപസ് ചെയ്തു ബ്രഹ്മദേവന്റെ അനുഗ്രഹത്താൽ നേടിയെടുത്തതാണ് ഇതൊക്കെ. വളരണമെങ്കിൽ കഠിനാധ്വാനം വേണം, കഠിനമായ തപസ് വേണം, എങ്കിലേ വളരാൻ കഴിയും. എൻ്റെ ആഗ്രഹം, എൻ്റെ മകൻ ദശാനനൻ, നീ ഈ കണ്ട വൈശ്രവണനെക്കാളും കുബേരനായി മാറിയിരിക്കുന്ന നിന്റെ ജ്യേഷ്ഠനേക്കാളും വലിയവനാകണമെന്നാണ് എൻ്റെ ആഗ്രഹം.
നിനക്കതിന് കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ അതാകണമെങ്കിൽ നീ കഠിനമായ തപസ് ചെയ്യണം. കഠിനമായ തപസ് ചെയ്ത് ബ്രഹ്മദേവനെ പ്രസാദിപ്പിച്ചാൽ മാത്രമേ നിനക്ക് ഈ വിധം വൈശ്രവണനെ പോലെ പ്രമുഖനാകാൻ പറ്റുകയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ദശാനനൻ തൻ്റെ സഹോദരന്മാരായ കുംഭകർണനെയും വിഭീഷണിയും വിളിച്ച് അവരോട് സംസാരിച്ചു. നമുക്ക് ശക്തി ആർജിക്കണം. ശക്തി ആർജിക്കണമെങ്കിൽ കഠിനമായ തപസ് ചെയ്യണം. നമുക്ക് മൂവർക്കും തപസ് ചെയ്യാം എന്നിങ്ങനെ ജ്യേഷ്ഠനായ ദശാനനൻ അനുജൻ കുംഭകർണനോടും വിഭീഷണോടും പറഞ്ഞു. ഇപ്പം ജ്യേഷ്ഠൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന രണ്ട് അനുജന്മാരാണ്, കുംഭകർണനും വിഭീഷണനും. അങ്ങനെ അവർ മൂവരും തപസ് ചെയ്യുവാനായി വടക്കോട്ട് പോയി. അവിടെ തപസ് ചെയ്യുവാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി തപസ് ചെയ്യാൻ തുടങ്ങി. രാവണൻ 10,000 വർഷം അഗ്നിമധ്യത്ത് നിന്ന് തപസ് ചെയ്തു. 10,000 വർഷം 10,000 വർഷം തപസ് ചെയ്ത്, കഠിന തപസ്. ഇതുപോലൊരു ഘോര തപസ് അതുവരെ ഏതെങ്കിലും ദൈത്യം നിർവഹിച്ചതായിട്ട് ആർക്കും അറിയില്ല. കൈകസി രാക്ഷസ കുലത്തിൻ്റെ സംസ്കാരത്തിലാണ് മക്കളെ വളർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു രാക്ഷസ കുല സംസ്കാരമായിരുന്നു. ദശാനൻ ആ വിധം കടുത്ത 10,000 വർഷം തപസ് ചെയ്തു. യാതൊരു പ്രതികരണം ഉണ്ടാകാത്തതുകൊണ്ട് ദശാനൻ തീരുമാനിച്ചു, ഇനി ഓരോ വർഷവും എൻ്റെ ഓരോ തലയറുത്ത് മാറ്റിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഓരോ 1000 വർഷം കഴിയുമ്പോഴും ഓരോ തലയറുത്ത് മാറ്റാൻ തീരുമാനിച്ചു. ഓരോ തലയും 2 കരങ്ങൾ വറുത്ത് മാറ്റി. ആദ്യത്തെ 1000 വർഷം കഴിഞ്ഞപ്പോൾ ഒരു തല 2 കരങ്ങൾ, പിറ്റേ വർഷം അടുത്ത തല, ഇങ്ങനെ 9 തലകളും 19,000 വർഷം പിന്നിട്ടപ്പോൾ 9 തലകളും അറുത്ത് മാറ്റി, 18 കരങ്ങൾ വറുത്ത് മാറ്റി. ദശാനന് ഒരു തലയും 2 കരങ്ങൾ മാത്രം അവശേഷിച്ചു. അടുത്ത 1000 വർഷം പൂർത്തിയായപ്പോൾ ദശാനനൻ തൻ്റെ കയ്യിലുള്ള വാളെടുത്ത് ആ തലയും മുറിക്കാൻ തീരുമാനിച്ചു. ആ തല മുറിക്കുവാനായിട്ട് കൈ ഓങ്ങിയപ്പോൾ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മദേവന് സന്തോഷമേ, അരുത് ദശാനന എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. നമ്മെ പ്രസാദിപ്പിക്കുവാനായി ഇത്ര കഠിനമായി തപസ് ചെയ്ത നിന്നിൽ നാം സംപ്രീതനായിരിക്കുന്നു. നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. ബ്രഹ്മദേവൻ രാവണൻ ചോദിച്ച, ദശാനനൻ ചോദിച്ച വരങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. ദശാനൻ പറഞ്ഞു, നമ്മെ ദേവന്മാരോ അസുരന്മാരോ കർപ്പുരന്മാരോ ഏതെങ്കിലും വന്യജീവികളോ ഒന്നും നമ്മെ വധിക്കരുത്. ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും നിലയിൽ നാം മരണം സ്വീകരിക്കണമെങ്കിൽ അത് മനുഷ്യരാലായിരിക്കണം.
ഇത് കേട്ട് ദേവന്മാർ ഞെട്ടി. ബ്രഹ്മദേവൻ അത് കൊടുക്കുകയും ചെയ്തു. ദേവന്മാർ ഞെട്ടി. കാരണം ദേവന്മാരും അസുരന്മാരും കർപ്പൂരന്മാരും രാക്ഷസരും ആരും വധിക്കരുത് എന്നുള്ള വരം, പ്രത്യേകിച്ച് ദേവന്മാർ വധിക്കരുത് എന്നുള്ള വരം കിട്ടിയതോടുകൂടി ദേവന്മാർക്കായിരിക്കും പ്രശ്നമെന്ന് ദേവന്മാർ തിരിച്ചറിഞ്ഞു. മനുഷ്യരാൽ മാത്രമേ കൊല്ലപ്പെടൂ എന്നുള്ള വരം ദശാനനന് കിട്ടി. ദേവന്മാർ ആകെ ഭയന്നു. ബ്രഹ്മദേവനിങ്ങനെ വരം കൊടുക്കുകയല്ലേ. ബ്രഹ്മദേവൻ വളരെ സന്തോഷത്തിലാണ് നിന്ന് വരം കൊടുക്കാൻ അങ്ങനെ പ്രസാദിച്ച് നിൽക്കുകയാണ്. അടുത്തത് കുംഭകർണൻ്റെ ഊഴമാണ്. കുംഭകർണനോട് ബ്രഹ്മദേവൻ ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടതെന്ന്. അപ്പം ദേവന്മാർ ദശാനന് ഈ വരം കൊടുത്തത് കണ്ടപ്പോൾ കുംഭകർണൻ ഉണ്ടാകാവുന്ന അപകടം ഇതിനും വലിയ അപകടമാണ്. കുംഭകർണൻ നിർദ്ദേവത്വം, ദേവന്മാരെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന നിലയിലുള്ള നിർദ്ദേവത്വത്തിന് വേണ്ടിയാണ് തപസ് ചെയ്തത്. അപ്പോൾ ദേവന്മാർ സരസ്വതി ദേവി കണ്ട് ഈ അപകടം മനസ്സിലാക്കി സരസ്വതി ദേവി കണ്ട് കുംഭകർണനെ ആ ചോദ്യത്തിൽ തെറ്റിക്കണം എന്ന് പറഞ്ഞു. സരസ്വതി ദേവി കുംഭകർണൻ്റെ നാവിലേക്ക് കയറി. കുംഭകർണൻ നിർദ്ദേവത്വം എന്ന് ചോദിച്ചപ്പോൾ നിദ്രാവത്വം എന്നായി. അപ്പോൾ തനിക്ക് സദാസമയം ഉറങ്ങാനുള്ള ഒരു വരമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സദാസമയം ഉറങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉറങ്ങാൻ വരം കിട്ടി. അപ്പോൾ സദാസമയം ഉറങ്ങാനുള്ള വരമായപ്പോൾ എന്തു ചെയ്യും? കുംഭകർണൻ ബ്രഹ്മദേവനെ വീണ്ടും അഭ്യർത്ഥിച്ചു. സദാസമയം ഉറങ്ങാനുള്ള വരമല്ല നാം ചോദിച്ചത്, കാര്യം പറഞ്ഞു. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ തന്ന വരം തിരിച്ചെടുക്കാനാവില്ല. എന്തായാലും അതിൽ ഒരു കുറവ് ചെയ്യാം എന്ന് പറഞ്ഞു. ഒരു വർഷത്തിൽ പകുതി കാലം ഉണർന്നിരിക്കുവാനും പകുതി കാലം ഉറങ്ങാനുമുള്ള അനുഗ്രഹം നൽകി. മറ്റൊരു വ്യവസ്ഥയോടുകൂടി ഉറങ്ങുന്ന കാലം ഇടയ്ക്ക് വെച്ച് ഉണർന്നാൽ അത് അപ്രിയമായ നിലയിൽ അശ്രീകരണം സംഭവിക്കും, മരണം സംഭവിക്കും എന്നിങ്ങനെ പറഞ്ഞു. ആ സമയം ഏതെങ്കിലും നിലയിലുള്ള ആക്രമണം നേരിട്ടാൽ നിന്നെ ആർക്കും രക്ഷിക്കാനാവില്ല എന്നിങ്ങനെ കുംഭകർണനോട് ബ്രഹ്മദേവൻ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് വിഭീഷണന്റെ അടുത്താണ് ബ്രഹ്മദേവൻ ചെന്നത്. ബ്രഹ്മദേവൻ ചെന്ന് വിഭീഷണനെ കാണുമ്പോൾ വിഭീഷണനോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? വിഭീഷണൻ പറഞ്ഞു, നമ്മുടെ മനസ്സിൽ സദാസമയം ഈശ്വരനോടുള്ള ഭക്തി നിറഞ്ഞു നിൽക്കണം. സദാസമയവും ഈശ്വരനോടുള്ള ഭക്തി, പ്രാർത്ഥന, ഭഗവത് ചിന്ത, ഭഗവത് പ്രസാദം നിറഞ്ഞു നിൽക്കണം എന്നിങ്ങനെ ആഗ്രഹിച്ചു. ബ്രഹ്മദേവന് വളരെ സന്തോഷമായി. ബ്രഹ്മദേവൻ പറഞ്ഞു, അസ്തുതേ ഭദ്രം. വളരെ സന്തോഷത്തിൽ ആ അനുഗ്രഹം നൽകി. ഒപ്പം ബ്രഹ്മദേവൻ ചോദിക്കാതെ ഒരു വരം കൂടി കൊടുത്തു. പഠിക്കാതെ തന്നെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുവാനുള്ള അനുഗ്രഹം കൂടി വിഭീഷണന് കൊടുത്തു. അപ്പോൾ വിഭീഷണന് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുവാനുള്ള അനുവാദവും അവസരവും ബ്രഹ്മദേവൻ അറിഞ്ഞു നൽകി. മൂന്നുപേരും ഇങ്ങനെ വലിയ വരലബ്ധിയോടുകൂടി വളരെ ശക്തി ആർജിച്ചല്ലോ. ദശാനനൻ തപസ്സിന് മുമ്പുണ്ടായിരുന്ന ദശാനനല്ല, ഏറെ കരുത്തുള്ള, ഇത്രയധികം വരശക്തിയുള്ള, കരബലമുള്ള, കരുത്തനായ വ്യക്തിയായി ദശാനനൻ മാറി.
കുംഭകർണനും മാറി. തൻ്റെ മറ്റൊരു സഹോദരി വിഭീഷണൻ ഈശ്വരാധീനം കൊണ്ട് സമ്പൂർണനായ ഒരു മഹത് വ്യക്തിയുമായി മാറിയിരിക്കുന്നു. ഇവർ അവിടെ ചെന്നിട്ട് അമ്മയെ കണ്ടു, കൈകസിയെ കണ്ടു. കൈകസിക്ക് വളരെ സന്തോഷമായി. മക്കൾ മൂവരും തന്നെ തപശക്തിയിൽ കഠിനാധ്വാനം കൊണ്ട് കരുത്തരായി മാറിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അടുത്ത് എവിടെയെങ്കിലും താവളം ഉറപ്പിക്കണമല്ലോ. താവളം ഉറപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ദശാനനം പറഞ്ഞു, നമുക്ക് ആ ത്രികുടശൈലത്തിലെ ലങ്കാപുരി തന്നെ ആയാലെന്താ? അവിടെ നിന്ന് വൈശ്രവണനോട് മാറിപ്പോകാൻ പറയാം. കൈകസിയുടെ സഹോദരനാണ് പ്രഹസ്തൻ. പ്രഹസ്തനെ വിളിച്ച് രാവണൻ പറഞ്ഞു, വൈശ്രവണനോട് പോയി സംസാരിക്കാൻ പറഞ്ഞു. നമുക്ക് ആ ലങ്കാപുരി കൈവിട്ടു തരാൻ വൈശ്രവണനോട് പോയി സംസാരിക്കാൻ പറഞ്ഞു. പ്രഹസ്തൻ നേരെ പോയി വൈശ്രവണനെ കണ്ടു, കുബേരനെ കണ്ടു. കുബേരനെ പറ്റി സന്തോഷമായി. നമ്മുടെ സഹോദരന്മാർ വളരെ കരുത്തരായ സന്തോഷം കുബേരൻ പ്രകടിപ്പിച്ചു. എന്നിട്ട് കുബേരൻ പറഞ്ഞു, നമുക്കെല്ലാവർക്കും ഒന്നിച്ചിവിടെ താമസിക്കാം. ഈ ലങ്കയിൽ അതിനുള്ള സൗകര്യമുണ്ടല്ലോ. നമ്മളെല്ലാവരും ഒരു അച്ഛൻ്റെ മക്കളല്ലേ, നമുക്ക് ഒന്നിച്ചിവിടെ താമസിക്കാം എന്നിങ്ങനെ വൈശ്രവണൻ പറഞ്ഞു. എന്നിട്ട് വൈശ്രവണൻ നേരെ പോയി വൈശ്രവസിനോട്, തൻ്റെ പിതാവിനോട് പറഞ്ഞു, ഇങ്ങനെ ദശാനനൻ പ്രഹസ്തനെ പറഞ്ഞയച്ചു, അവർക്ക് താമസിക്കുവാൻ ഈ ലങ്കാപുരി വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പം ലങ്കാപുരി വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് കേട്ടപ്പോൾ വൈശ്രവസിന് പെട്ടെന്നൊരു വിഷമം തോന്നി. തൻ്റെ പ്രിയപുത്രനാണ് വൈശ്രവണൻ. വൈശ്രവണനെ ലങ്കാപുരിയിൽ നിന്ന് ഇറക്കിവിട്ട് അവിടെ കൈകസിയുടെ മക്കൾ താമസിക്കുക എന്ന് പറയുന്നത് വൈശ്രവസിന് സ്വല്പം മനസ്സിൽ വിഷമം തോന്നിയൊരു കാര്യമാണ്. എങ്കിലും വൈശ്രവണൻ പറഞ്ഞ മറ്റൊരു കാര്യം വൈശ്രവസ് കേട്ടു. എൻ്റെ സഹോദരന്മാരാണല്ലോ അവർ, സഹോദരന്മാരും സഹോദരിയുമല്ലേ. ഞാൻ പ്രഹസ്തനോട് പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് താമസിക്കാമെന്ന്. അപ്പോൾ വൈശ്രവസ് പറഞ്ഞു, അത് വേണ്ട, അത് നടക്കില്ല. അവനോടൊപ്പമുള്ള നിന്റെ ജീവിതം ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വൈശ്രവണൻ തന്നെ പറഞ്ഞു, എന്നാൽ നാം അവിടെ ഉപേക്ഷിക്കാം, നാം മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ കൈലാസത്തിൻ്റെ താഴ്വരയിലേക്ക്, കൈലാസത്തിന് സമീപമായി കുബേരൻ മറ്റൊരു നഗരി നിർമ്മിച്ച് അങ്ങോട്ട് താമസം മാറി. ദശാനനും കുംഭകർണനും വിഭീഷണനും അങ്ങനെ ലങ്കയിൽ താമസമാക്കി. ലങ്കയിൽ ഒരു സാമ്രാജ്യം രൂപപ്പെടുത്തുവാൻ അങ്ങനെ ദശാനനൻ ചുവടുറപ്പിച്ചു.